കത്തോലിക്ക പള്ളികളിൽ വായിക്കുന്ന ഞായറാഴ്ച സുവിശേഷത്തിന്റെ വിചിന്തനമാണ് വെർബും ഡോമിനി. ലാറ്റിൻ, സീറോ മലബാർ, മലങ്കര എന്നീ ക്രമത്തിൽ സുവിശേഷ വിചിന്തനം കേൾക്കാനായി നമുക്ക് ഇന്ന് ഒരുങ്ങാം. എല്ലാവരെയും വെർബും ഡോമിനിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ ആദ്യം പറയുന്ന വചനം ഒന്ന് ശ്രദ്ധിക്കണം. എന്നെക്കാളധികം പിതാവിനെയോ മാതാവിനെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല. എന്നെക്കാളധികം പുത്രനെയോ പുത്രിയെയോ സ്നേഹിക്കുന്നവനും എനിക്ക് യോഗ്യനല്ല. ഇത് ഒന്ന് ശ്രദ്ധിച്ചു കേട്ടാൽ എന്തോ ഒരു അപാകത നമുക്ക് തോന്നുന്നില്ലേ? ആ അപാകത രൂക്ഷമാകുന്നത് ഇതിന്റെ തൊട്ടു മുമ്പ് ഈശോ പറയുന്ന 35-ാമത്തെ വചനം കൂടി കൂട്ടി വായിക്കുമ്പോഴാണ്. ഈശോ ഇത് അപ്പസ്തോലന്മാരെ അയക്കുമ്പോൾ അവരോട് പറയുന്ന 35-ൽ അവൻ പറയുന്നു, പിതാവിനെ മകനെതിരായും മകനെ അപ്പനെതിരായും മകളെ അമ്മയ്ക്കെതിരായും അമ്മയെ മകൾക്കെതിരായും അമ്മായിയമ്മയെ മരുമകൾക്കെതിരായും ഭിന്നിപ്പിക്കാൻ ഞാൻ വന്നു. കലഹമുണ്ടാക്കാൻ ഈശോ വന്നിരിക്കുന്നു. പിന്നെ പറയുന്നു, എന്നെക്കാളധികം അപ്പനെയോ അമ്മയോ സ്നേഹിക്കുന്നവന് യോഗ്യനല്ല. എന്നെക്കാളധികം മകനെയോ മകളെയോ സ്നേഹിക്കുന്നവന് യോഗ്യനല്ല എന്ന് പറഞ്ഞാൽ അർത്ഥം, ഒന്നാം സ്ഥാനം ഈശോയ്ക്കുന്നു ഒരു അസൂയയുടെ വശമുണ്ടോ? മറ്റെല്ലാവരേക്കാൾ കൂടുതൽ എന്നെ സ്നേഹിക്കണം. ശരിക്ക് പറഞ്ഞാൽ പെട്ടെന്ന് ഓർമ്മ വരുന്നത് പഴയ നിയമത്തിലെ ദൈവത്തിന്റെ വ്യവസ്ഥയല്ലേ, ഡിമാൻഡല്ലേ? പുറപ്പാട് 20-ാം അധ്യായത്തിൽ പറയുന്നു, ഞാനാണ് നിന്റെ ദൈവം, ഞാനല്ലാതെ മറ്റൊരു ദൈവം ഉണ്ടാകരുത്. ഒരു അസൂയ നിറഞ്ഞ ഒരു സങ്കല്പം. ഈശോ ഇവിടെ ശിഷ്യരോട് ആവശ്യപ്പെടുന്നു, ഒന്നാം സ്ഥാനം എനിക്ക് വേണം, മറ്റാർക്കും കൊടുക്കരുത്. ഏറ്റവും കൂടുതൽ എന്നെ സ്നേഹിക്കണം. ഫസ്റ്റ് പ്ലേസ് അതെനിക്ക് വേണം നിന്റെ ജീവിതത്തിൽ. എന്താണ് ഈശോ ഈ പറയുന്നതിന്റെ, ആവശ്യപ്പെടുന്നതിന്റെ അർത്ഥം? നമ്മൾ സാധാരണ മാനുഷിക ബന്ധങ്ങളിൽ ആവശ്യപ്പെടുന്ന ആ രീതിയാണോ ഇത്? ഏറ്റവും കൂടുതൽ എന്നെ സ്നേഹിക്കണം, എന്നെ മാത്രമേ സ്നേഹിക്കാവൂ, എന്റെ ആൾ മാത്രമായിരിക്കണം, ഈ ഒരു പൊസസീവ്നെസ്, ഇതാണോ ഈശോ ഇന്ന് അപ്പസ്തോലന്മാരോട് അന്ന് പറഞ്ഞത്, ഇന്ന് എന്നോടും ആവശ്യപ്പെടുന്ന? എന്നെക്കാളധികം മറ്റാരെയും പാടില്ല, ഒന്നാം സ്ഥാനം എനിക്ക് തരണം എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ പറയുന്ന ഈശോ ആരാണെന്നുള്ളതാണ്. തൊട്ടടുത്ത വചനത്തിൽ ഈശോ പറയുന്നുണ്ട്, തന്റെ കുരിശെടുത്ത് എന്നെ അനുഗമിക്കാത്തവൻ എനിക്ക് യോഗ്യനല്ല. അർത്ഥം, ഈ ശിഷ്യരോട് ആവശ്യപ്പെടുന്ന ഈശോ ക്രിസ്തു ക്രൂശിതനായ ക്രിസ്തുവാണ്. ക്രൂശിതനായ ക്രിസ്തു എന്ന് പറഞ്ഞാല്, ക്രൂശിതനായ ക്രിസ്തു മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കൊടുത്ത് സ്വന്തം ജീവൻ ഏറ്റവും അവസാനം കൊടുക്കാവുന്നതാ, അതുപോലും കൊടുക്കുന്ന ഏറ്റവും വലിയ പരോന്മുഖതയുടെ ആൾരൂപമാണ്. മറ്റുള്ളവർക്ക് വേണ്ടി എനിക്ക് എന്നാ കൊടുക്കാനുള്ളത്? എന്റെ സമ്പത്ത് കൊടുക്കാം, എന്റെ സമയം കൊടുക്കാം, എന്റെ ആരോഗ്യം കൊടുക്കാം, കഴിവുകൾ കൊടുക്കാം. പക്ഷെ അവസാനം ഏറ്റവും വിലപ്പെട്ടത് ജീവൻ, അതുപോലും കൊടുക്കുന്ന വ്യക്തിയാണ് ക്രൂശിതനായ ക്രിസ്തു. ആ ക്രൂശിതനായ ക്രിസ്തുവിന് ഒന്നാം സ്ഥാനം. മറ്റെല്ലാത്തേക്കാൾ ഉപരി ക്രൂശിതനായ ക്രിസ്തുവിന് അത് എന്ന് പറഞ്ഞാൽ പരോന്മുഖതയ്ക്ക് ഒന്നാം സ്ഥാനം. പരോന്മുഖനായ ക്രിസ്തുവിന് നിന്റെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം. മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുന്ന ഒരു വ്യക്തി, അതിന്റെ ആൾരൂപം ക്രിസ്തു. ആ ക്രിസ്തുവിനെ നിന്റെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം. ഇത് ഫ്രാൻസിസ് പാപ്പ, അദ്ദേഹം 2 വർഷങ്ങൾക്ക് മുമ്പ് അവിടെ കൂടിയ ആൾക്കാരോട് പറഞ്ഞു, സുവിശേഷം കൈമാറണമെങ്കിൽ എന്ത് ചെയ്യണം? 3 കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞു. അതിൽ ഒന്നാമത്തെ പദം ഈശോ പറയുന്നത് ക്രൈസ്റ്റ് മസ്റ്റ് ബി ദി സെന്റർ ഓഫ് യുവർ ലൈഫ്. ആൻഡ് ദാറ്റ് ക്രൂസിഫൈഡ് ക്രൈസ്റ്റ്, ക്രൂശിതനായ ക്രിസ്തു ആയിരിക്കണം നിന്റെ ജീവിതത്തിന്റെ കേന്ദ്രം. ഒന്നാം സ്ഥാനത്ത് മറ്റെല്ലാത്തേക്കാൾ ഉപരിയായി ക്രൂശിതനായ ക്രിസ്തുവിന് ജീവിതത്തിൽ ഒന്നാം സ്ഥാനം കൊടുക്കണം.
എന്ന് പറഞ്ഞാൽ ക്രൂശിതനായ ക്രിസ്തു നിലകൊണ്ട വലിയ ജീവിത മൂല്യമുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടി കൊടുത്ത് എല്ലാം കൊടുക്കുന്ന പരോന്മുഖതയ്ക്ക് നിന്റെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം കൊടുക്കണം. ഒരു ചെറിയ സംഭവം. വർഷങ്ങൾക്ക് മുമ്പ് ബോംബെയിൽ ഏറ്റവും വലിയ പ്രളയമുണ്ടായ സന്ദർഭം. അന്നേരപ്പോ അവിടെ ഈ പ്രളയക്കെടുതിയില് ആൾക്കാരിങ്ങനെ തമ്പടിച്ചിരിക്കുക പല ക്യാമ്പുകളിലായിട്ട്. ഒരു ക്യാമ്പില് ഭക്ഷണം വിതരണം ചെയ്യുന്ന സന്ദർഭമാണ്. ബ്രെഡാ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കൊടുത്ത് അവസാനമായപ്പോ ആ ക്യൂവിന്റെ അവസാനം വന്നപ്പോൾ 2 കുട്ടികൾ നിൽക്കൊണ്ട് ബ്രെഡ് വാങ്ങിക്കാൻ. പക്ഷേ എല്ലാവർക്കും ഓരോ പാക്കറ്റാ കൊടുക്കുന്നത്. ആകെ ഒരു പാക്കറ്റേ ഉള്ളൂ. വിതരണം ചെയ്തുകൊണ്ടിരുന്നവര് എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുക. അപ്പോ ഈ 2 കുട്ടികളിലെ മൂത്തവൻ അവൻ പറഞ്ഞു, ആ ബ്രെഡ് അവന് കൊടുത്തേരും, മറ്റവന് എനിക്ക് വേണ്ട. കൊടുത്തു കഴിഞ്ഞിട്ട് ഇവനോട് ചോദിച്ചു, എന്തേ നീ ഈ ബ്രെഡ് വാങ്ങിക്കാതെ അവന് കൊടുക്കാൻ പറഞ്ഞത് എന്തേ? അപ്പൊ അവൻ പറഞ്ഞു, ഞാന് ചേരിയിൽ ജീവിച്ച് വളർന്നതാ, സ്ലമ്മില്. എന്റെ സ്ലമ്മിന് തൊട്ടടുത്തുള്ള ഫ്ളാറ്റിലാണ് അവൻ താമസിക്കുന്നത്. സമ്പന്നനാണ്. എനിക്ക് പട്ടിണി കിടന്ന് ശീലമുണ്ട്, വലിയ വിഷമമില്ല. പക്ഷേ അവന് പട്ടിണി എന്ന് പറയുന്നത്, ഭക്ഷണം കഴിക്കാതിരിക്കുക എന്ന് പറയുന്നത് വലിയ വിഷമായിരിക്കും. അതുകൊണ്ട് അവൻ കഴിക്കട്ടെ. അല്പം കഴിഞ്ഞപ്പം ഈ കൊച്ചൻ മേടിച്ചോണ്ട് പോയവൻ ഈ ബ്രെഡ് വായിക്ക് തിരിച്ചു വരിക. എന്നിട്ട് ആ പാക്കറ്റ് പൊട്ടിച്ച് പകുതി ഇവന്റെ കയ്യിലേക്ക് കൊടുക്കുക. അയാൾ ചോദിച്ചു, എന്തേ? പറഞ്ഞു, അമ്മ പറഞ്ഞു വിട്ടതാണ്. കാരണം ഈ സ്ലമ്മിൽ വളർന്ന കൂട്ടുകാരൻ അവൻ ഇന്ന് ഒന്നും കഴിച്ചു കാണുകയല്ല, അതുകൊണ്ട് പകുതി കൊടുക്കുക. ക്രൂശിതനായ ക്രിസ്തുവിനാണ് ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുന്ന ക്രിസ്തുവിന്, മറ്റുള്ളവർക്ക് വേണ്ടി എല്ലാം പങ്കുവയ്ക്കുന്ന ക്രിസ്തുവിന് നിന്റെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം കൊടുക്കുമ്പോഴേ ഈ യോഗ്യനാവുള്ളൂ. ഈശോയ്ക്ക് ക്രിസ്തുവിന് യോഗ്യനായിരിക്കും. അതാണ് ഈശോ ആവശ്യപ്പെടുന്നത്. ഈ ഒരു സ്വഭാവം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തില് ഉണ്ട്. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കൊടുക്കാനുള്ള, പങ്കുവെച്ചു കൊടുക്കാനുള്ള സ്വഭാവമുണ്ട്. അത് വളർത്തിയെടുക്കുക. അത് ക്രൂശിതനായ ക്രിസ്തുവിന്റെ സ്വഭാവമാണ്. എന്റെ ജീവിതത്തിലുള്ള ക്രിസ്തുവിന്റെ സാന്നിധ്യമാണത്. അതിനെ പതിയെ വളർത്തിയെടുക്കുക. ഊതി കല്ലില് കത്തിക്കുന്നത് പോലെ വളർത്തിയെടുക്കുക. അപ്പോഴാണ് ക്രിസ്തുവിന് യോഗ്യനായി ഞാൻ തീരുന്നത്. ക്രൂശിതനായ ക്രിസ്തുവിന് ഒന്നാം സ്ഥാനം മറ്റെല്ലാത്തിനേക്കാളും, അപ്പനേക്കാളും അമ്മയെക്കാളും മകളെക്കാളും ഒന്നാം സ്ഥാനം ഈ ക്രൂശിതനായ ക്രിസ്തുവിന്റെ സ്വഭാവം നിന്നിലുണ്ട്, അവന്റെ ഛായ നിന്നിലുണ്ട്. അതിന് കൊടുക്കുക. ക്രിസ്തുവിന് എന്റെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം. അതാണ് ഈശോ ആവശ്യപ്പെടുന്നത്. ക്രൂശിതനായ ക്രിസ്തുവിന് ഒന്നാം സ്ഥാനം. ക്രൂശിതനായ ക്രിസ്തുവിന്റെ ജീവിത പ്രിൻസിപ്പിൾ, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്ന ആ വലിയ മൂല്യത്തിനൊന്നാം സ്ഥാനം. എന്ന് മാത്രമല്ല, ഈശോ ആവശ്യപ്പെടുന്ന ഒരു കാര്യങ്ങളുണ്ട്. നിന്റെ ജീവിതത്തിലെ മറ്റെല്ലാ ബന്ധങ്ങളെയും പ്രവർത്തനങ്ങളെയും സ്വാധീനിക്കുകയും നയിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യേണ്ടത് ഈ ക്രൂശിതനായ ക്രിസ്തുവായിരിക്കണം. ക്രൂശിതനായ ക്രിസ്തുവിന്റെ പരോന്മുഖതയായിരിക്കണം. 2007 ദ റിയൽ ഹീറോ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം, അതിന് അന്നത്തെ 2007 റിയൽ ഹീറോയായിട്ട് അമീർ ഖാൻ നടത്തുന്ന പരിപാടിയാണ്. തിരഞ്ഞെടുക്കപ്പെട്ടത് ഹരേക്കള ഹജ്ജപ്പ എന്ന് പറയുന്ന കർണാടകത്തിലെ ഒരു വൃദ്ധനായ മനുഷ്യനായി. രസകരമായ കഥയായി. ഇദ്ദേഹം 1970കളിലാണ് മംഗലാപുരത്തിന് 30 കിലോമീറ്റർ അകലെയാണ് ഇദ്ദേഹത്തിന്റെ ഗ്രാമം. മംഗലാപുരത്ത് പോയി ഓറഞ്ച് വിറ്റാ ജീവിക്കുന്നത്. ഓറഞ്ച് വിറ്റാൽ ഇത്രയല്ലേ കിട്ടുള്ളൂ. പക്ഷേ അവിടെ ഈ പറയുന്ന ഹരേക്കള എന്ന് പറയുന്ന ഗ്രാമത്തിലും പരിസരത്തും ഒക്കെ മറ്റു പല രാജ്യങ്ങളിൽ നിന്ന് അനേകർ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇവരുമായിട്ട് സംസാരിക്കാനും വർത്താനം പറയാനുമുള്ള മറ്റു ഭാഷയുടെ ഇംഗ്ലീഷ് ഭാഷയുടെ ബുദ്ധിമുട്ട്. ഈ പറയുന്ന ഇദ്ദേഹത്തിന്റെ ഗ്രാമത്തിൽ ഒരു പള്ളിക്കുളം പോലും ഇല്ല. അപ്പോഴാണ് ഇയാൾക്ക് മനസ്സിലായത് പഠിക്കുന്നതിന്റെയും വിദ്യാഭ്യാസത്തിന്റെയും ആവശ്യം. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആഗ്രഹിച്ചു, എന്റെ ജീവിതം ഇങ്ങനെ ആണെങ്കിലും എന്റെ മക്കളുടെ, ഈ ഗ്രാമത്തിലെ ബാക്കി അടുത്ത തലമുറയുടെ ജീവിതം രക്ഷപ്പെടുത്താൻ ഒരു പള്ളിക്കുളം തുടങ്ങേണ്ടത് ആവശ്യം. എങ്ങനെ തുടങ്ങാൻ പറ്റും? ഇയാളുടെ ഓറഞ്ച് കച്ചവടം ഒന്നുകൂടെ വിപുലീകരിച്ചു.
കുറെ കൂടെ മണിക്കൂറുകൾ അധ്വാനിക്കാൻ തുടങ്ങി. ഓറഞ്ച് വിറ്റ് കിട്ടുന്നതിൽ നിന്നും എല്ലാ ദിവസവും ഉറുമ്പ് നീക്കി വെക്കുന്നത് പോലെ കുറേശ്ശെ ചെറിയ തുക നീക്കി വെക്കാൻ തുടങ്ങി. 1999 സ്വന്തം മസ്ജിദിലെ ഒരു മുറി എടുത്തിട്ട് അവിടെ ആ പള്ളിക്കൂടം അദ്ദേഹം തുടങ്ങുക. പള്ളിക്കൂടം തുടങ്ങേണ്ട കാര്യമുണ്ടോ? പിള്ളേര് വരണ്ടേ? പഠിക്കണമെന്നുള്ള ബോധം ആ ഗ്രാമത്തിൽ ആർക്കും ഇല്ല. ഓടി നടന്ന് വീടുകളിൽ കയറി ഇറങ്ങി അപ്പന്മാരെ ബോധ്യപ്പെടുത്തി കൊണ്ടുവരിക. ടീച്ചർക്ക് ശമ്പളം കൊടുക്കാൻ അതും ഇയാൾ തന്നെ കൊടുക്കുക. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ 2001 ഇയാള് പലരുടെ സഹായത്തോടെ ഈ ഓറഞ്ച് കച്ചവടക്കാരൻ ദരിദ്രൻ 40 സെന്റ് സ്ഥലം സ്കൂളിന് വേണ്ടി വാങ്ങിക്കുക, കെട്ടിടം പണിയുക. ഇന്ന് 600 വിദ്യാർത്ഥികളുമായിട്ട് 6ാം ക്ലാസ് വരെയുള്ള ആ വിദ്യാലയം റിയൽ ഹീറോ എന്ന അവാർഡ്. ജീവിതത്തിന്റെ നയിക്കുന്ന മാനദണ്ഡവും മൂല്യവുമായി മാറണം ക്രൂശിതനായ ക്രിസ്തു. അതാ ഈശോ പറയുന്നത്, എന്നെക്കാൾ അധികം അപ്പനെയോ അമ്മയോ മകനെയോ മകളെയോ സ്നേഹിക്കരുത്, പകരം 1ാം സ്ഥാനം എനിക്ക് പോരാ, നിന്റെ ജീവിതത്തിന്റെ എല്ലാ ബന്ധങ്ങളെയും നിയന്ത്രിക്കേണ്ടത് ഈ ക്രൂശിതനായ ക്രിസ്തുവായിരിക്കണം. ക്രിസ്തുവിന്റെ പരോന്മുഖതയായിരിക്കണം നിന്റെ ജീവിതത്തിന്റെ എല്ലാ ബന്ധങ്ങളെയും. അപ്പനോടുള്ള ബന്ധം, അമ്മയോടുള്ള ബന്ധം, ജീവിത പങ്കാളിയോടുള്ള ബന്ധം, ഇതും പരോന്മുഖതയുടെ കൊടുക്കലിൻ്റെതായി മാറണം. മക്കളോടുള്ള ബന്ധം എല്ലാം കൊടുക്കലിൻ്റെതാകുമ്പോൾ ക്രിസ്തു നിന്റെ ജീവിതത്തിൽ 1ാം സ്ഥാനത്താകും. പോരാ, ക്രിസ്തു നിന്റെ ജീവിതത്തെ മുഴുവൻ സ്വാധീനിക്കുന്ന മൂല്യവും വ്യക്തിയുമായി മാറും. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, നീ ശിഷ്യന്മാരോട് ആവശ്യപ്പെട്ടത് ഇന്ന് എന്നോടും ആവശ്യപ്പെടുന്നു. 1ാം സ്ഥാനം നിനക്ക് തരാൻ, ക്രൂശിതനായ നിനക്ക് തരാൻ. അതിലൂടെയേ എന്റെ ജീവിതം കൂടുതൽ നിന്നെക്കൊണ്ട് നിറയുന്നതാവുള്ളൂ. ഈശോയെ, നീ മറ്റുള്ളവർക്ക് വേണ്ടി മുഴുവൻ ജീവൻ പോലും കൊടുത്തവനാണ്. ആ വലിയ പരോന്മുഖതയുടെ സ്നേഹം കൊണ്ട് നാഥ എന്റെ ഹൃദയത്തെയും ജീവിതത്തെയും നിറയ്ക്കണമേ. എന്റെ ബന്ധങ്ങളെ മുഴുവൻ ഈശോയെ നിന്റെ പരോന്മുഖതയുടെ സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ. കൊടുക്കാൻ എന്റെ ജീവിതത്തില് നീ എനിക്ക് തന്നിട്ടുള്ളവയൊക്കെ, എന്റെ ആരോഗ്യം, എന്റെ കഴിവുകൾ, എന്റെ സമയം എല്ലാം കൊടുക്കാനുള്ള വലിയ കൃപ, അതും ആവശ്യക്കാർക്ക് കൊടുക്കാനുള്ള വലിയ കൃപ, അതിലൂടെ കൊടുക്കുന്നതിലൂടെ നഷ്ടപ്പെടുത്തുന്നതിലൂടെ ഞാൻ നിന്നെ അനുഗമിക്കുകയും സംശീകരിക്കുകയുമാണ് ചെയ്യുന്നത്. നീ എന്റെ ജീവിതത്തിൽ 1ാം സ്ഥാനത്ത് കയറിപ്പറ്റുകയാണ് ചെയ്യുന്നത്. അതിനുള്ള കൃപ ഓരോ ദിവസവും ഓരോ സംഭവത്തിലും ഈശോയെ നീ എനിക്ക് തരണമേ. അങ്ങനെ എന്നെ നിന്റെ ശിഷ്യയാക്കി മാറ്റണമേ. ആമേൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവിൽ ഏറ്റവും പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ചിന്തയ്ക്കും ധ്യാനത്തിനുമായിട്ട് വിഷയമാകുന്നത് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 27 മുതൽ 36 വരെയുള്ള തിരുവചനങ്ങളാണ്. തിന്മയെ നന്മ കൊണ്ട് ജയിക്കുക എന്നുള്ള വാചകത്തില് യേശുവിന്റെ ശക്തമായ തിരുവചനങ്ങൾ നമ്മളവിടെ കാണുന്നു. ലോകം ഇന്ന് ഭീതിയുടെ നിഴലിലാണ്. ഉത്തര കൊറിയയും അമേരിക്കയും തമ്മിൽ ഏത് നിമിഷവും യുദ്ധത്തിനുള്ള സാധ്യത തെളിഞ്ഞു നിൽക്കുന്നു. 3ാം ലോകമഹായുദ്ധം ഏത് സമയത്ത് വേണമെങ്കിലും ആഗതമാകാം. കേരളത്തിന്റെ അവസ്ഥ നമുക്കൊന്ന് പരിശോധിക്കാം. നമ്മുടെ വാർത്താ മാധ്യമങ്ങളിലൂടെ അസംഖ്യമായ കൊലപാതകങ്ങളെക്കുറിച്ച്, രാഷ്ട്രീയ കൊലപാതകങ്ങളെക്കുറിച്ച്, മറ്റു കൊലപാതകങ്ങളെക്കുറിച്ച് ഒക്കെ കേൾക്കുന്നു. മാസത്തില് ഒരിക്കലെങ്കിലും ഒരു രാഷ്ട്രീയ കൊലപാതകമില്ലെങ്കിൽ കേരളത്തിന് സമാധാനമില്ല എന്ന നിലയിലായിരിക്കുന്നു. കുടുംബങ്ങളിലേക്ക് വരിക, ഭാര്യയെ കൊലപ്പെടുത്തുവാനായി കൊട്ടേഷൻ നൽകുന്ന ഭർത്താവിനെ കൊല്ലാൻ മറ്റുള്ളവരെ ഏർപ്പാടാക്കുന്ന ഭാര്യ, അച്ഛനെ കൊല്ലാൻ
കൊട്ടേഷൻ കൊടുക്കുന്ന മക്കള്, ഇവരെ കുറിച്ചൊക്കെ നമ്മൾ ധാരാളം കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്നു. ഇത്തരം സന്ദർഭങ്ങളിൽ ആശ്വാസമാകേണ്ട മതങ്ങൾ പോലും സ്പർദ്ധ വളർത്തുവാനായിട്ട് ശ്രമിക്കുന്ന ദയനീയമായ കാഴ്ചയും നമ്മൾ കാണുന്നു. എന്റെ ദൈവത്തെ സംരക്ഷിക്കുന്നതിന് മറ്റ് മതസ്ഥരെ കൊല്ലണം എന്ന ചിന്ത മനുഷ്യരിൽ പ്രബലമായിട്ട് വരുന്നു. തോക്കും വാളും ബോംബും ഉപയോഗിച്ച് മാത്രമല്ല വാദങ്ങൾ നടക്കുന്നത്. വ്യക്തിഹത്യകള്, അപവാദ പ്രചരണങ്ങള് ഇവ വഴിയായി ഒക്കെ നമ്മുടെ സമൂഹത്തിൽ ധാരാളമായിട്ട് നടക്കുന്നു. ഇതിനെല്ലാം ഓം വഴിയായി യേശുനാഥൻ ഉപദേശിക്കുന്ന ഒരേ ഒരു കാര്യം സ്നേഹം മാത്രമാണ്. യഹൂദ സമുദായത്തിന് അനേകം നിയമങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ യേശു ഈ നിയമങ്ങളെല്ലാം സ്നേഹം എന്ന പദത്തിലേക്ക് ചുരുക്കി. ഈ സ്നേഹം അഭ്യസിക്കുമ്പോഴാണ് ക്രിസ്ത്യാനിത്വം വളരുന്നത്, ക്രിസ്ത്യാനികൾ വളരുന്നത്. അതുകൊണ്ടാണല്ലോ ആദിമ ക്രിസ്ത്യാനികളെ നോക്കി മറ്റാളുകൾ പറഞ്ഞത്, നോക്കൂ ഇവർ മാത്രം പരസ്പരം സ്നേഹിക്കുന്നു എന്ന്. യേശുവിനെ സംബന്ധിച്ചിടത്തോളം ശത്രുവിനെ സ്നേഹിക്കുക എന്നുള്ളത് ഒരു ഓപ്ഷൻ ആയിരുന്നില്ല, ഐച്ഛികമായ കാര്യം ആയിരുന്നില്ല. അത് ചെയ്തേ മതിയാവൂ എന്നാണ് യേശു പറയുന്നത്. ഒരാള് ക്രിസ്തുവിന്റെ യഥാർത്ഥ അനുയായി ആയി മാറുമ്പോൾ അയാളുടെ ചിന്തയിലും മനോഭാവത്തിലും പ്രവൃത്തിയിലും എല്ലാം സാരമായ മാറ്റം വരും. സാധാരണ നമ്മൾ ചെയ്യുന്ന നന്മകൾ കൊണ്ട് മാത്രം ഒരാള് ക്രിസ്ത്യാനി എന്ന പേരിന് അർഹനായി തീരുന്നില്ല. എന്തുകൊണ്ടാണ് സ്നേഹം മാത്രം നിയമമാക്കി യേശു മാറ്റിയത്? കാരണം സ്നേഹത്തിന് മാത്രമേ മനുഷ്യരെ രൂപാന്തരപ്പെടുത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ. വിദ്വേഷത്തിന്റെ സന്തതി വിദ്വേഷമായിരിക്കും, സ്നേഹത്തിന്റെ ഉൽപ്പന്നം സ്നേഹമായിരിക്കും. നമുക്ക് പെട്രോൾ ഒഴിച്ച് തീ കെടുത്താനായിട്ട് സാധിക്കുകയില്ല. അതുപോലെ തന്നെ വിദ്വേഷം വഴി നമുക്ക് മറ്റാളുകളെ നേടുവാനായിട്ട് സാധിക്കുകയില്ല. സ്നേഹം കൊണ്ട് മാത്രമേ മനുഷ്യ മനസ്സിനെ കീഴ്പ്പെടുത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ. നമുക്ക് മുമ്പിൽ ധാരാളം ഉദാഹരണങ്ങൾ ഉണ്ട്. നമുക്കറിയാം സിസ്റ്റർ റാണി മരിയെ കൊലപ്പെടുത്തിയ കൊലപാതകിയെ കുറിച്ച്. പക്ഷേ അയാൾ ജയിലിലായിരുന്നപ്പോൾ ആ സിസ്റ്ററിന്റെ സഹോദരി, മറ്റൊരു കന്യാസ്ത്രീ, ആ ജയിൽ സന്ദർശിക്കുകയും സാഹോദര്യത്തിന്റെ അടയാളമായിട്ട് ആ കൊലപാതകയുടെ കയ്യിലെ രാഖി കെട്ടുകയും ചെയ്തു. ഈ നിശ്ചയമായ സ്നേഹം ആ വ്യക്തിയെ രൂപാന്തരപ്പെടുത്തുകയാണ്. അയാള് റാണി മരിയയുടെ ഭവനത്തിലെത്തുകയും മാതാപിതാക്കളോട് ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നത് നമ്മുടെ വാർത്താ മാധ്യമങ്ങളിലൊക്കെ ശ്രദ്ധിക്കുകയുണ്ടായി. നമ്മളെ ശത്രുക്കളെന്ന് കരുതുന്ന ആളുകൾ പോലും ചിലപ്പോൾ നാം അറിയാതെ നമുക്ക് നന്മ ചെയ്യുന്നുണ്ട് എന്നുള്ളതും വാസ്തവമാണ്. അവർ നമ്മുടെ പോരായ്മകളെ ചൂണ്ടിക്കാണിക്കും. ഒരുപക്ഷെ നമ്മളെ നിരന്തരം പ്രശംസിക്കുന്ന സുഹൃത്തുക്കളായിരിക്കാം നമ്മുടെ യഥാർത്ഥ ശത്രുക്കൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം. യേശു പറയുന്നു, മറ്റുള്ളവർ ചെയ്യുന്ന പോലെ ചെയ്താൽ നിങ്ങൾക്ക് സ്വർഗപ്രവേശം ഉണ്ടായിരിക്കുകയില്ല. നമ്മൾ നോക്കുക, ഏറ്റവും കൂടുതൽ അച്ചടക്കം എവിടെയാണ് നമ്മൾ കാണുന്നത്? മദ്യശാലയുടെ മുമ്പിലല്ലേ? അതിനെ അച്ചടക്കം നമുക്ക് പഠിക്കാൻ പറ്റുമോ? ഏറ്റവും കൂടുതൽ ജയിലിൽ സൂക്ഷിക്കുന്നത് ആരാണ്? ഭീകരരായ ആളുകളല്ലേ? തങ്ങളുടെ കൂട്ടത്തിൽ ഒരാള് പിടിക്കപ്പെട്ടാൽ അവരെ ദൈനംദിനം പങ്കുവെക്കുകയില്ല. അല്ലെങ്കിൽ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി ജീവൻ പിടിക്കുന്നത് ആരാണ്? തീവ്രവാദികൾ, അല്ലെങ്കിൽ രാഷ്ട്രീയ തിമിരം ബാധിച്ച ആളുകള് ഒക്കെയല്ലേ? അപ്പോ ഇതൊന്നും നമുക്ക് നന്മയായിട്ട് കണക്കുകൂട്ടാനായിട്ട് പറ്റുകയില്ല.
ഒരുവൻ ക്രിസ്തുവിനായാൽ ക്രിസ്തുവിന്റെ സ്വഭാവം അയാളെ ഗ്രസിക്കണം. ക്രിസ്തുവിന്റെ സ്വഭാവം സ്നേഹിക്കുന്ന സ്വഭാവമാണ്. ക്രിസ്തുവിന്റെ സ്വഭാവം ക്ഷമിക്കുന്ന സ്വഭാവമാണ്. ക്രിസ്തുവിന്റെ സ്വഭാവം മരിക്കുവാൻ തയ്യാറാകുന്ന സ്വഭാവമാണ്. യേശു ഒരു ഗോൾഡൻ റൂൾ, സുവർണ നിയമം പറയുന്നുണ്ട്. മറ്റുള്ളവർ നിങ്ങളോട് എന്ത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുവോ അത് നിങ്ങൾ അവരോടും ചെയ്യുക. എല്ലാ മതങ്ങളും ഇത് പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങളെ മറ്റുള്ളവർ ഉപദ്രവിക്കുമ്പോൾ നിങ്ങൾക്ക് വേദനിക്കുന്നു. അതുപോലെ നിങ്ങളെ മറ്റുള്ളവർ ഉപദ്രവിക്കുമ്പോൾ നിങ്ങൾക്ക് വേദനിക്കുന്നു. അതുപോലെ നിങ്ങൾ മറ്റുള്ളവരെ ഉപദ്രവിക്കുമ്പോൾ അവരും വേദനിക്കുന്നു. ബുദ്ധമതം പറയുന്ന കാര്യമാണ്. മറ്റുള്ളവർ നിങ്ങളോട് ചെയ്യരുതെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നവ നിങ്ങൾ അവരോടും ചെയ്യരുത്. കൺഫ്യൂഷ്യസ് പഠിപ്പിക്കുന്ന കാര്യമാണ്. മറ്റുള്ളവർ നിങ്ങളോട് വേദന ഉളവാക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ അവരോടും ചെയ്യരുത്. മഹാഭാരതത്തിലെ പ്രസ്താവമാണ് ഇത്. രാമകൃഷ്ണൻ പറയുന്നു, നിങ്ങളുടെ അയൽക്കാരന്റെ നേട്ടം നിങ്ങളുടെ നേട്ടവും അയാളുടെ നഷ്ടം നിങ്ങളുടെ നഷ്ടവും ആയിരിക്കട്ടെ. മുസ്ലിങ്ങളുടെ സുന്നയിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഒരാൾ അയാൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അയാളുടെ സഹോദരന് കൂടി ലഭിക്കണമെന്ന് ചിന്തിക്കാത്ത പക്ഷം അയാൾ വിശ്വാസിയല്ല. യഹൂദരുടെ തൽമൂദ് പഠിപ്പിക്കുന്നു, നിങ്ങൾ വെറുക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ മറ്റൊരാൾക്കെതിരായി ചെയ്യുവാൻ പാടില്ല. ഇങ്ങനെല്ലാം അവർ പഠിപ്പിക്കുന്നുണ്ടെങ്കിലും ക്രിസ്തു പഠിപ്പിച്ചതിന്റെ സവിശേഷത എന്താണ്? ഈ മറ്റുള്ളവരുടെ കൂട്ടത്തിൽ കടുത്ത ശത്രുക്കൾ വരെ ഉൾപ്പെടും എന്നുള്ളതാണ്. അത് ലോകത്തെ മറ്റാരും പഠിപ്പിക്കാത്ത കാര്യമാണ്. ശത്രുക്കളെ സ്നേഹിക്കുക. ഒരു കാരണത്തടിക്കുന്നവന് മറ്റേ കൗളും കൂടി കാണിച്ചു കൊടുക്കുക. യേശു ഉപമിക്കുന്നത് ദൈവത്തോടാണ് സ്നേഹത്തിന്റെ കാര്യത്തിൽ. അപ്പോ സ്നേഹിക്കാൻ നമുക്കുള്ള ഏക മാനദണ്ഡം ദൈവം നമ്മളെ സ്നേഹിക്കുന്നതാണ്. നമ്മുടെ ചെറുതും വലുതുമായ തെറ്റുകൾ പരിഗണിക്കാതെ ദൈവം നമ്മളോട് ക്ഷമിക്കുന്നുവെങ്കിൽ ആ സ്നേഹം അനുഭവിക്കുന്ന നമ്മൾ അത് മറ്റുള്ളവരോട് പങ്കുവയ്ക്കുവാനായിട്ട് തയ്യാറാണ്. അതുകൊണ്ട് ഒരാളുടെ നന്മ നോക്കി അയാളെ സ്നേഹിക്കുക എന്നുള്ളതല്ല, ഒരാളുടെ നന്മ കണ്ട് അയാളെ ഓർക്കുക എന്നുള്ളതും അല്ല ക്രിസ്ത്യാനി ചെയ്യേണ്ടത്. ക്രിസ്ത്യാനിയുടെ ജീവിതത്തിന് ഒരേ ഒരു മാനദണ്ഡമേ ഉള്ളൂ: ദൈവം സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുക എന്നുള്ളത്. ഒരു തീയിൽ കരിക്കട്ട നമ്മൾ ഇടുമ്പോൾ ആ കരിക്കട്ടയും തീയുടെ സ്വഭാവം സ്വീകരിക്കുകയാണ്. അതുപോലെ തന്നെ സ്നേഹം കൊണ്ട് മാത്രമേ നമുക്ക് ആളുകളെ ദൈവത്തിന് വേണ്ടി നേടുവാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മുടെ ചിലപ്പോൾ പറയാറുണ്ട്, അയാൾ മോശമായിരുന്നിട്ടും ഞാൻ ആ വ്യക്തിയെ സ്നേഹിക്കാൻ ശ്രമിക്കുന്നുവെന്ന്. ഒരു കാര്യം ഓർക്കുക, നമ്മൾ ആരെയെങ്കിലും പറ്റി മോശമായിട്ട് ചിന്തിച്ചാൽ അവരെ സ്നേഹിക്കാൻ നമുക്ക് സ്വാഭാവികമായിട്ട് കഴിയുകയില്ല. അതുകൊണ്ട് അതൊരു പ്രഭാവമാക്കാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരിലും നന്മ കാണാനായിട്ട് ശ്രമിക്കുക. എല്ലാവരിലും ദൈവികമായ നന്മയുണ്ട്. പക്ഷെ നമ്മൾ പലപ്പോഴും ആളുകൾ തിന്മയാണ് കാണാനായിട്ട് ശ്രമിക്കുന്നത്. അത് കാണാൻ ശ്രമിക്കുന്നിടത്തോളം കാലം നമുക്ക് അവരെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുകയില്ല. നമുക്ക് ക്ഷമിക്കാനും സ്നേഹിക്കാനും സാധിക്കുമെന്നുള്ളതിന് യേശുവിന്റെ ജീവിതം തന്നെയാണ് മാതൃക. കുരിശിൽ കിടക്കുമ്പോഴും അവിടുന്ന് കാണിച്ചത് ക്ഷമിക്കുവാനാണ്. നമ്മൾ ഓർക്കുക, അതിന്റെ ചരിത്ര പശ്ചാത്തലത്തിൽ നമ്മൾ മനസ്സിലാക്കണം. യേശുവിന്റെ പുരുഷാരോട് തലേ ദിവസം രാത്രി മുഴുവൻ ഉറക്കമുളയ്ക്കുകയാണ്. അവൻ ഉറക്കുളച്ച് ക്ഷീണിക്കുന്നു, അവനെ വിസ്തരിക്കുന്നു. അവന്റെ ശിരസിൽ മുൾമുടിയുണ്ട്, ഭാരമേറിയ കുരിശുണ്ട്, ഓടിത്താലേക്കുള്ള യാത്രയിൽ പലതവണയാണ് വീഴുന്നുണ്ട്. ദേഹം മുഴുവൻ ഒറ്റ ഉറം പോലെ രൂപാന്തരപ്പെടുകയാണ്. ശത്രുക്കൾ അവന്റെ മുഖത്ത് തുപ്പുന്നു, അവന്റെ വസ്ത്രം വലിച്ചു കീറുന്നു, അധിക്ഷേപിക്കുന്നു. ഏപ്രിൽ മെയ് മാസത്തിലേക്ക് അടുത്ത ചൂടിലാണ് അവൻ പോകുന്നത്. എല്ലാ അർത്ഥത്തിലും തളർന്ന് പിതാവ് പോലെ അവനെ കൈവിട്ടുവെന്ന് തോന്നിക്കുന്ന അവസരം ശിഷ്യന്മാർ കൂടെയില്ല. എല്ലാവരും പരിഹസിക്കപ്പെട്ട് കിടക്കുമ്പോഴാണ്, വേദനിക്കുമ്പോഴാണ് സാധാരണയിൽ ആർക്കും പറയാൻ സാധിക്കാത്ത കാര്യം എന്ന് പറയുന്നത്, പിതാവേ ഇവരോട് ക്ഷമിക്കണം എന്ന്. ആരോട് ക്ഷമിക്കണമെന്നാണ്? എന്നെ ഉപദ്രവിച്ചവരോട് ക്ഷമിക്കണം, എന്നെ മുഖത്ത് തുപ്പിയവരോട് ക്ഷമിക്കണം,
എന്നെ അധിക്ഷേപിച്ചവരോട് ക്ഷമിക്കണം, എന്നെ അടിച്ചവരോട് ക്ഷമിക്കണം. പ്രിയമുള്ളവരെ, ഇങ്ങനെ ക്ഷമയുടെ വലിയ പാഠം നമ്മളെ പഠിപ്പിച്ചതുകൊണ്ടാണ് ക്രിസ്തുമതം ഇന്നും സജീവമായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് ഈ ക്രിസ്തുവിന്റെ പിൻഗാമികളാണ് നമ്മളെങ്കിൽ അവിടുന്ന് കാണിച്ച സ്നേഹം നമ്മുടെ ചെറുതും വലുതുമായ ഓരോ പ്രവൃത്തിയിലും പ്രതിഫലിപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം. അതിന്റെ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.